കാര്യങ്ങൾ മേജർ ആയിട്ട് ഒന്നുമില്ല. മേജറായ വണ്ടി നിങ്ങൾ എടുക്കലില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇങ്ങോട്ട് പറയും. മെയിൻ ഗ്ലാസ് അങ്ങനെ എന്തെങ്കിലും റീപ്ലേസ് അങ്ങനത്തെ വിഷയങ്ങൾ മെയിൻ ഗ്ലാസ് ചിലതുണ്ട്, ഇല്ല എന്ന് പറഞ്ഞാൽ റീവെന്റുകളെ കുറിച്ച് മെയിൻ ഗ്ലാസ് ഉണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ അപ്രോണ് കാര്യങ്ങൾ അതുപോലെ ഫ്രണ്ട് അല്ല ബമ്പർ ഗില്ല് അങ്ങനത്തെ ചെറിയ വിഷയങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനത്തെ വണ്ടികൾ നിങ്ങൾ എടുക്കലില്ല. വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പറയും ഇന്ന വിഷയം. ഓക്കെ, അപ്പൊ ഇതിൽ എല്ലാ പ്രേക്ഷകർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നോവ കാറുകൾ അതുപോലെ തന്നെ ക്രിസ്റ്റ, ഫോർച്യൂണർ വണ്ടികൾ നോക്കുന്നവർക്കായി നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഇന്നുള്ളത് വള്ളംപുറം MKL യൂസർ കാർ ഷോറൂമിലാണ്. ഇവിടെ ഒരുപാട് ഇന്നോവ കാർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സെഡാൻ വണ്ടികൾ, SUV ടൈപ്പ് വണ്ടികൾ, ചെറുവണ്ടികൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഇന്ന് നിങ്ങൾ കാണിക്കുന്നത് ഒക്കെ ഇന്നോവയും ഫോർച്യൂണറും ക്രിസ്റ്റയുമാണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്ന ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാനോ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായി നോക്കാം. നേരെ വണ്ടിയിലേക്ക് പോകാം. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ് ഫൈസൽ, ബിഗ് ബോസ്. ഫൈസൽ എന്തൊക്കെയുണ്ട്? നല്ല സുഖമല്ലേ? പിന്നെ ഇവിടെ മാക്സിമം എത്ര വണ്ടികൾ ഉണ്ടാവും സ്റ്റോക്ക്? ഇവിടെ 10-40-50 വണ്ടികളൊക്കെ ഉണ്ട്. 50 വണ്ടികൾ ഒക്കെ മിക്സ് ആണ് കേട്ടോ. ഫോർച്യൂണർ, പിന്നെ ക്രിസ്റ്റ, ഇന്നോവ, എല്ലാ വണ്ടികളും ഉണ്ട്, ചെറുവണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫുള്ള് 7 സീറ്റർ 8 സീറ്റർ വണ്ടികളാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ? ഇപ്പോൾ ഏകദേശം വണ്ടികൾ ഇപ്പൊ നമ്പർ ആവാത്ത വണ്ടികൾ ഒരുപാട് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ നമ്പർ ആക്കിയിട്ട് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം, അതല്ല NOC വേണമെങ്കിൽ NOC കൊടുക്കാം, ഏത് രീതിയിലും വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ ഇത് കറക്റ്റ് ഒന്ന് ലൊക്കേഷൻ പ്രേക്ഷകരോട് ഒന്ന് പറഞ്ഞു കൊടുക്കും. ലൊക്കേഷൻ പറഞ്ഞാൽ വെള്ളംപുറമാണ്. വെള്ളംപുറം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മലപ്പുറത്ത് നിന്ന് ഏകദേശം നമ്മളെ ഇതിലേക്ക് വരുമ്പോൾ ഒരു 10 കിലോമീറ്റർ വരുന്നുണ്ട്. കൊണ്ടോട്ടിന്നാണെങ്കിലും 10 കിലോമീറ്റർ വരും, മഞ്ചേരി ആണെങ്കിലും 10 കിലോമീറ്റർ. അതിന്റെ എല്ലാത്തിന്റെ നടുവിലാണ് വെള്ളംപുറം. ആ വെള്ളംപുറത്ത് നിന്ന് ജസ്റ്റ് മലപ്പുറം റോഡിന് ഒരു 10-30 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മളെ MKL എന്ന യൂസർ കാർ കാണും. MKL യൂസർ കാർ ഷോറൂം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഫോർച്യൂണറിൽ നമുക്ക് തുടങ്ങാം. ഇത് മോഡൽ എത്ര തന്നെ വണ്ടി? ഇത് 2015 വണ്ടിയാണ്. 2015 4 വീലാണ് വണ്ടി. ഓക്കെ, 4 വീൽ വണ്ടിയാണ്. ഏകദേശം സെക്കൻഡ് ഓണർ ആണ്. നമ്പർ ആക്കി വരും കേട്ടോ. ഇതിപ്പോ ഫസ്റ്റ് ആണ്, നമ്പർ ആക്കിയിട്ട് സെക്കൻഡ് RC ഓണർ വരും. ഏകദേശം 2 lakh എബവ് ഓടിന്. എബവ് പറഞ്ഞാൽ 1,240 ഓടിയിട്ടുണ്ട്. ഇപ്പൊ സിംഗിൾ RC ഓണർ ആണ്. നമ്പർ ആക്കിയിട്ട് വരുന്ന നമ്മൾ പ്രൈസ് കൊടുക്കുന്ന വില നമ്മൾ ഏകദേശം 16 രൂപ വരും. 16. അത് 4 വീലാണ്. അതാണ് ഇതിന്റെ ഓട്ടോമാറ്റിക് 4 വീൽ. ഓട്ടോമാറ്റിക്കലി 4 വീലാണ് അല്ലേ? ഓക്കെ, ഇത് 1650 നമ്പർ ആക്കിയിട്ട് നിങ്ങൾ കൊടുക്കാം. അതെ, ടാക്സ് അടിച്ചിട്ട് കൊടുക്കും. ഓക്കെ. എത്ര മോഡലാണ് വണ്ടി? ഇത് 2015 ആണ്. 2015 അല്ലേ? ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാ? ഓട്ടോമാറ്റിക് ആണ്. 2 വീൽ ഓട്ടോമാറ്റിക് അല്ലേ? ഓക്കെ, വണ്ടി ഇത് എന്ത് പാട്? ഇത് ഞാൻ പറഞ്ഞില്ലേ 2015 2 വീൽ ഓട്ടോമാറ്റിക്. ഏകദേശം 1.30 ഓടിട്ടുണ്ട്. സെക്കൻഡ് RC ഓണർ ആണ്. ഇപ്പൊ NOC വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം അവർക്ക്, അതല്ല നമ്പർ ആക്കിയിട്ടും കൊടുക്കാം. നമ്പർ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 16 രൂപ വരും. നമ്പർ ആക്കിയിട്ട് 16 ആണെങ്കിൽ ഞാൻ പറയാം 14 രൂപ. 14 രൂപ ആണെങ്കിൽ NOC കൊടുക്കും, ഇല്ലെങ്കിൽ നമ്പർ ആക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ 16 അല്ല. വണ്ടി എന്തെങ്കിലും മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല അല്ലേ? പക്കാണല്ലേ? ഓക്കെ, അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. ഒരു ഹരിയാന രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഫോർച്യൂണർ നമുക്ക് നോക്കാം. ഇത് എത്ര മോഡലാണ് വരുന്നത് വണ്ടി? ഇത് 2014 വണ്ടിയാണ്. ഇത് 2 വീലാ 4 വീലാ? 2 വീൽ അല്ല, 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? വണ്ടി ഇത് എത്ര ഓടിക്കണ്? ഇത് കിലോമീറ്റർ 1.15 ഓടിക്കും. സെക്കൻഡ് RC നിൽക്കുന്നത്. വണ്ടി തട്ടുമുട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, ഫ്ലഡ് ഒന്നുമല്ല. ഫ്ലഡ് ഒന്നുമില്ല, കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ബമ്പർ ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ലാതെ മേജർ ആയിട്ടൊന്നുമില്ല. ഓക്കെ. ഏതൊരു കസ്റ്റമറിനും വിശ്വസിച്ചെടുക്കാൻ പറ്റിയ നല്ല അടിച്ചപൊളി വണ്ടിയാണ്. ഇതിന് എത്ര ചോദിക്കുന്നത്? 14 രൂപ നമ്പർ ആക്കിയിട്ട് കൊടുക്കും. നമ്പർ ആക്കിയിട്ട് 14 രൂപ ചോദിക്കുന്നുണ്ട് അല്ലേ? ഇത് NOC വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ ആ നമ്പർ ആക്കാനുള്ള പ്രൈസ് കുറച്ചിട്ട് കൊടുക്കും. ഓക്കെ, അവരുടെ പേരിൽ NOC കൊടുക്കാം. ഓക്കെ, അപ്പൊ ബാണാങ് വിളിച്ചോ. ഇവിടെ നമുക്ക് ഒരു നമ്പർ മാറിയ വണ്ടി നോക്കാം. നിലവിൽ KL 10 മാറിയിട്ടുണ്ട്. ഇത് എത്ര മോഡൽ തന്നെ? ഇത് 2015 ആണ്. 15 ആണ് അല്ലേ? ഇത് ഓട്ടോമാറ്റിക് മാനുവൽ? ഓട്ടോമാറ്റിക് 4 വീൽ ഓട്ടോമാറ്റിക് തന്നെ. വണ്ടി എന്ത് പാട്? വണ്ടി അടിപൊളി നല്ല വണ്ടി. ബ്ലാക്ക് കളർ, ഇന്ത്യ കളറാണ്. അടിച്ചാൽ നിങ്ങൾ വൈറ്റല്ലോ. അതെ. പിന്നെ ഇത് എത്ര ഓടിക്കുന്ന വണ്ടി? ഓട്ടം ഏകദേശം 1.40 ഓടിയിട്ടുണ്ട്. 1.40 ഓടിയിട്ടുണ്ട് അല്ലേ? സെക്കൻഡ് RC ഓണർ ആണ്. ഓക്കെ, വണ്ടി റീപ്ലേസ് കാര്യങ്ങളില്ല, മേജർ ആയിട്ടൊന്നുമില്ല. നല്ല വണ്ടി, അടിപൊളി വണ്ടിയാണ്. ഇത് കണ്ടോ, ഈ ലൈറ്റ് ഒക്കെ പ്രൊജക്ടർ ചെയ്തതാണ്. ഓക്കെ, ഇതിന് എത്ര ചോദിക്കണേ? ഇത് നമ്മള് നേരത്തെ പറഞ്ഞില്ലേ, ഒരു 2015 വണ്ടി സെയിം അതേ ആ വില വരുന്നുണ്ട്. ഏകദേശം 16 രൂപ വരും. 16 അതിൽ എന്തെങ്കിലും നമ്മൾ ചെറുതായിട്ട് പാട്ട് വരുമ്പോൾ കുറച്ച് കൊടുക്കും. ഓക്കെ, ഇവിടെ നമുക്ക് ഇന്നോവ ക്രിസ്റ്റ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്ര തന്നെ? ഇത് 2017 ആണ്. ഇത് നിലവിൽ കേരള നമ്പർ അല്ലേ? കേരള നമ്പർ ആയിട്ടില്ല. നമ്മള് NOC കൊടുക്കാം, നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. നമ്പർ ആക്കിയിട്ടും കൊടുക്കും അല്ലേ? ഓക്കെ, ഇത് വണ്ടി എന്ത് പാട്? 2017 ആണ്. മാനുവൽ ആണ് വണ്ടി. 1.5 ഓടിയിട്ടുണ്ട്. സിംഗിൾ RC ഓണർ ആണ്. ഓക്കെ, നമ്പർ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് 14 രൂപ വരും. 14 രൂപ വരും. 14.5. ഓക്കെ, 1450 നമ്പർ ആക്കിയിട്ട് നിങ്ങൾ കൊടുക്കും. അതെ, അത് NOC ഇപ്പൊ നമുക്ക് ചെയ്യാം. കാരണം ഓൾറെഡി നമ്മൾ NOC അപ്ലൈ ചെയ്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, NOC കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു നമ്പർ ആക്കാനുള്ള എമൗണ്ട് ഇതിൽ കുറച്ച് കൊടുക്കും.
കുറച്ച് കൊടുക്കും അല്ലേ? ഇത് എവിടേക്കും വേണമെങ്കിൽ നമുക്ക് NOC എടുത്ത് കൊടുക്കാം, എവിടേക്കും കൊടുക്കാം. ഓക്കെ ഓക്കെ. അതാണ് ഇതിന്റെ വണ്ടി എന്ത് വണ്ടി വണ്ടി അടിപൊളിയാണ്. ഞാൻ പറഞ്ഞ ബ്ലാക്ക് ആണ്, കളർ അടിപൊളി കളറാണ്. ഇന്റീരിയർ ആണെങ്കിലും ഒക്കെ നല്ല അങ്ങനെ മെക്കാനിക്കൽ മേജറായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ടോ, ഏറ്റവും ന്യൂ ഷേപ്പിലാണ് ഇത് ഫ്രണ്ട് കിടക്കുന്നത്. ന്യൂ ഷേപ്പിലാണ് ചെയ്തതാണ്. ഇനി നമുക്ക് ഇവിടെ ഇന്നോവയിൽ തുടങ്ങാം കേട്ടോ. ഇന്നോവന്റെ ചാകര തന്നെ ഉണ്ട്. ഇത് ഒരു ആദ്യമായിട്ട് നമുക്ക് ഒരു KL 55 റേസിൽ വരുന്ന ഒരു വണ്ടി നോക്കാം. ഇത് മോഡൽ എത്ര 2015 അല്ലേ? ഓപ്ഷൻ വരുന്നത് G4 ആണ്. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? കിലോമീറ്റർ 2.35. ഓക്കെ. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണോ? രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, റീ രജിസ്റ്റർഡ് വണ്ടിയാണ്. ഓക്കെ. ഇത് മേജറായിട്ട് തട്ടുമുട്ട് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഫ്ലഡ് ഒന്നുമില്ല അല്ലേ? എത്ര ചോദിക്കുന്നത് ഇതിന്? ഇത് വില നമ്മള് 9.5 ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ താഴെ നമ്മൾ കുറച്ച് കൊടുക്കും. ഓക്കെ. ഇതൊക്കെ ഫിനാൻസ് എത്ര പൈസ? മാക്സിമം ഫിനാൻസ് നമുക്ക് ചെയ്യാം. ഏകദേശം നമുക്ക് 80% ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. വണ്ടിയുടെ വിലയുടെ 80% ചെയ്യുമ്പോൾ എത്ര പൈസ ഇറക്കാൻ പറ്റും? ഒരു 1.75 ഏകദേശം. ഓക്കെ. നമുക്ക് ഇവിടെ അടുത്തൊരു വണ്ടി നോക്കാം. ഒരു KL 60 കാഞ്ഞങ്ങാട് റേസിൽ വരുന്ന ഒരു വണ്ടി നോക്കാം. ഇത് ഒറിജിനൽ കേരള വണ്ടിയാ? അല്ല, ഒറിജിനൽ കേരള 2014 ആണ്. ഒറിജിനൽ കേരള വണ്ടി അല്ലേ? ഓക്കെ. 2014 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് G4 ബി ഓപ്ഷൻ ആണ്. ഓക്കെ, വി ആണ് ഓപ്ഷൻ വരുന്നത്. എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? കിലോമീറ്റർ ഏകദേശം 1 സംതിങ് ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണർ ആണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. ഓക്കെ. വണ്ടി കാണാൻ തന്നെ ലുക്ക് വണ്ടി അല്ലേ? ഓക്കെ. ഇതിന് ഒന്നുമില്ല. പുതിയ ഇൻഷുറൻസ് കാര്യങ്ങൾ, ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് വണ്ടിക്ക്. നമ്മൾ ആസ്ക് ചെയ്യുന്ന വില നമ്മൾ ഏകദേശം നമുക്ക് 10.75 ചോദിക്കുന്നത്. അതിലെന്തെങ്കിലും നമ്മൾ കുറച്ച് കൊടുക്കും. മാക്സിമം ഫിനാൻസും അത് മാക്സിമം ചെയ്യാം. മാക്സിമം ഫിനാൻസ് എത്ര മാക്സിമം ചെയ്ത് കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പോൾ ആവശ്യമാണെങ്കിൽ നോക്കിക്കാളി. അടുത്ത നമുക്ക് ഒരു KL 10 മലപ്പുറം റേസൺ ആയിട്ടുള്ള ഒരു വണ്ടി നോക്കാം. ഇത് എത്രയാണ് മോഡൽ? ഇത് 2011 G4 ആണ്. 2015 G4 അല്ലേ? ഓക്കെ. മോഡൽ കുറഞ്ഞ വണ്ടി അല്ലേ? അതെ. ഇത് എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? ഇത് ഓട്ടം ഏകദേശം 1.67. ഇത് നമ്പർ മാറിയതാണോ വണ്ടി? അത് റീ രജിസ്ട്രേഷൻ ആണ്. ഓക്കെ. ഇതിന് എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ഏകദേശം നമുക്ക് ഒരു 5.60-5.70 ചോദിക്കുന്നുണ്ട്. 5.5 ലാസ്റ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം. വണ്ടിയാണ്, ഇവിടെ റീ രജിസ്ട്രേഷൻ ആണ്. G4 ആണ്. വില കുറച്ച് കൊടുക്കൂലേ? ചോദിക്കണല്ലോ. ഓക്കെ. അടുത്ത നമുക്ക് ഒരു വൈറ്റ് കളർ. ഈ ടാക്സിക്കാരൊക്കെ ഉണ്ടെങ്കിൽ നോക്കിക്കാളി കേട്ടോ. വൈറ്റ് കളർ അപൂർവമാണ് കിട്ടല്. ഇത് എത്ര മോഡൽ വരുന്നത്? ഇത് 2011 ആണ്. G4 ആണ്. 1.40 ഓടിയിട്ടുണ്ട്. ഓക്കെ. ഇത് നമ്പർ ആയിട്ടില്ല. നമ്പർ ആക്കിയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പൊ ടാക്സിയിൽ വേണമെങ്കിൽ നമ്പർ ആക്കി കൊടുക്കാം. ഇപ്പൊ ഓൾറെഡി ഇത് പ്രൈവറ്റ് വണ്ടിയാണ്. NOC നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ കൊടുത്തിട്ടേ ഉള്ളൂ. ഓക്കെ. നിങ്ങൾ നമ്പർ ആക്കിയിട്ട് കൊടുക്കും. ഇത് ഏകദേശം പറഞ്ഞ 5.5 5.60 വരുന്ന വരും. ഓക്കെ. നമ്പർ ആക്കിയിട്ട് ആ ഒരു റേഞ്ച് വരുന്നില്ല. ഓക്കെ. അടുത്ത നമുക്ക് നമ്പർ ആയ വണ്ടി. ഇതും ഒരു KL 10 മലപ്പുറത്തേക്ക് മാറിയ വണ്ടിയാണ്. റീ വണ്ടിയല്ലേ? ഇത് റീ ആണ്. 2012 വി ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ. G4 അല്ല, വി ആണ് ഓപ്ഷൻ വരുന്നത്. വണ്ടി ഉള്ളും പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇത് എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? ഇത് ഏകദേശം 1.30 ഓടിയിട്ടുണ്ടല്ലേ? ഇത് റീപ്ലേസ് കാര്യങ്ങൾ മേജർ തട്ടുമുട്ടൊന്നുമില്ല. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർ ആണ്. ഇത് നമ്മൾ ചോദിക്കുന്നത് 7.4 ചോദിക്കുന്നത്. അതിൽ നമ്മൾ താഴെ എന്തായാലും കുറച്ച് കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. അടുത്ത നമുക്ക് നോക്കാം. ഇത് നമ്പർ ആയ വണ്ടി അല്ലേ? ഇത് നമ്പർ ആയിട്ടില്ല. നമ്പർ ആയിട്ടില്ല. നമ്പർ ആക്കിയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. 2012 ആണ്. G4 ആണ്. ഓപ്ഷൻ ആണ്. ഇത് ഏകദേശം നമ്മൾ ചോദിക്കുന്നത് 2012 പറയുമ്പോൾ ഏകദേശം G4 വണ്ടി നമ്മൾ ഒരു 6.35 ആ വില വരുന്നത്. 6.35 നിങ്ങൾ നമ്പർ ആക്കിയിട്ട് അങ്ങനെ കൊടുക്കണം. 6.35 കൊടുക്കണം. ഇതൊക്കെ ഫിനാൻസ് ഒക്കെ കിട്ടുമല്ലോ? ഫിനാൻസ് ഈ വണ്ടികളൊക്കെ നമ്മൾ ഫിനാൻസ് ചെയ്ത് കൊടുക്കും. പിന്നെ ഈ വണ്ടി ഇപ്പൊ തട്ടുമുട്ട് അങ്ങനെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ മേജർ ആയിട്ട് ഒന്നുമില്ല. മേജറായ വണ്ടികൾ എടുക്കലില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇങ്ങോട്ട് പറയും. മെയിൻ ക്ലാസ് അങ്ങനെ എന്തെങ്കിലും റീപ്ലേസ് അങ്ങനത്തെ വിഷയങ്ങൾ മെയിൻ ക്ലാസ് ചിലതുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ റീവണ്ടികളെ കുറിച്ച് മെയിൻ ക്ലാസ് ഉണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ അപ്രോണ് കാര്യങ്ങൾ അതുപോലെ ഫ്ലഡ് അല്ല, ബമ്പർ ഗില്ല് അങ്ങനത്തെ ചെറിയ വിഷയങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. ഓക്കെ. അങ്ങനത്തെ വണ്ടികൾ നിങ്ങൾ എടുക്കലില്ല. വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പറയും ഇന്ന വിഷയം. അപ്പൊ ഇത് ലാസ്റ്റ് എത്ര നമുക്ക് ഞാൻ പറഞ്ഞേ നമ്മൾ ചോദിക്കുന്നത് 6.35 ആണ് വണ്ടിയുടെ വരാം. ചെയ്ത് കൊടുക്കും. ഓക്കെ. ഇവിടെ നമുക്ക് നമ്പർ മാറിയ വണ്ടി നോക്കാം. KL 10 ഇപ്പൊ റേസിന് ആയിട്ടുള്ളത്. ഇത് എത്ര മോഡലാണ്? ഇത് 2013 ആണ്. 2013 ഓപ്ഷൻ വരുന്നത് G4 ആണ്. G4 ആണ് അല്ലേ? ഓക്കെ. ഇതൊക്കെ എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് കിലോമീറ്റർ 1.5 ഓടിയുണ്ടല്ലേ? കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വണ്ടിയാണ്. കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന വില ഞാൻ പറഞ്ഞില്ല, ഏകദേശം നമുക്ക് 6.45 വണ്ടിക്ക് വില വരുന്നുണ്ട്. 6.45 എന്തെങ്കിലും നമ്മൾ കുറച്ച് കൊടുക്കും. ഓക്കെ. ഇതൊക്കെ ഫിനാൻസ് ഒക്കെ മാക്സിമം 1.75 ലോൺ ചെയ്യാം. ഒരു 1.5 രൂപ ഉണ്ടെങ്കിൽ ലോൺ ചെയ്യാം. പിന്നെ വില ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന വില കുറച്ച് കൊടുക്കും. അത് വേണമെങ്കിൽ വിളിച്ചോട്ടോ. ഇവിടെ നമുക്ക് ഒരു KL 11 റേസിന് ആയിട്ടുള്ള വണ്ടി നോക്കാം. ഇത് മോഡൽ എത്രയാണ്? 2012 അല്ലേ? 7 സീറ്റർ വണ്ടി അല്ലേ? 7 സീറ്റർ ആണ്. ഓപ്ഷൻ പിന്നെ G4 ആണ്. ഓക്കെ. വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? 1.87 ഓടിക്കുന്നു അല്ലേ? എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങൾ? മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഇല്ല. അതായത് അപ്രോണ് കാര്യങ്ങൾ അതേമാർക്ക് എന്തില്ല, ഫ്ലഡഡ് ഒന്നുമല്ല. നമ്മൾ ഗ്യാരണ്ടി പറയും. ചെറിയ ബമ്പർ ഗില്ലൊക്കെ ഓൾറെഡി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വരാം. അത്രേ ഉണ്ടാവുള്ളൂ. സെക്കൻഡ് ഓണർ ആണ്. G4 ആണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഏകദേശം ഒരു 6.40 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കും. വില കുറച്ച് കൊടുക്കും. നെഗോഷ്യബിൾ ആണ്. പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ വേണം വിളിച്ചോട്ടോ.
ഇവിടെ നമുക്ക് KL10 വണ്ടി നോക്കാം. ഇത് നമ്പർ ആയതാണ് 2010 മോഡലാണ്. 2010 മോഡലാണ്. G4 ആണ് ഓപ്ഷൻ വരുന്നത്. ഇതൊക്കെ എത്ര ഓടി ഉണ്ടാവും? കിലോമീറ്റർ ഏകദേശം 1.5 കോടി. 1.5 കോടി ഉണ്ടാവും അല്ലെ? ഓണർഷിപ്പ് ഒക്കെ ഓണർഷിപ്പ് സെക്കൻഡ് RC ഓണർ ആവുന്നുണ്ട്. ഇനിയിപ്പോ 3 ആവുക. ഏകദേശം നമ്മള് പ്രൈസ് വരുന്നത് G4 എത്ര ചോദിക്കണം? ഏകദേശം 5 രൂപ ചോദിക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും നമ്മൾ വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം. എന്തും കുറച്ച് കൊടുക്കും അല്ലേ? ഓക്കെ, അപ്പൊ വേണം വിളിച്ചോട്ടോ. റീവണ്ടി നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്ര? 2010 മോഡൽ അല്ലേ? 2010 V ഓപ്ഷൻ ആണ്. V ഓപ്ഷൻ ആണ് വരുന്നത്. ഇത് കമ്പനിന്ന് വന്ന അതേ ഷേപ്പിൽ തന്നെ നമ്മള് എന്ത് ചെയ്തിട്ടില്ല, ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഒറിജിനാലിറ്റി ആണ്. ഇത് എത്ര ഓട്ടം ഉണ്ടാവും? ഇത് ഏകദേശം ഇതില് ഏകദേശം 1.55 ഓടിക്കണം അല്ലേ? വണ്ടി എന്തെങ്കിലും മേജർ ആയിട്ടുള്ള സർവീസ് കറക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഈ വണ്ടി. സെക്കൻഡ് RC ഓണർ ആണ്. V ഓപ്ഷൻ ആണ്. ഓപ്ഷൻ വരുന്ന V ആണ്. 5.25 കേട്ടോ. 5.25 ചോദിക്കുന്നുണ്ട്. നമ്പർ ആക്കി കൊടുക്കും. നമ്മൾ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും വില കുറച്ച് തരും കേട്ടോ. അത് വാങ്ങാൻ വിളിച്ചോ.